എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇത് സ്ലീവിൽ അല്പം തുണി കുറവായിരുന്നു. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ സ്ലീവിന് മൗത്തിന് 1.25 ഇഞ്ചാണ് ഇട്ടത്. അതിലൊരു 1/4 ഇഞ്ച് മടക്കി അടിക്കുക. അതിനുശേഷം നമ്മൾ ഈ അടയാളം ഇട്ടിട്ടുണ്ട്. ഇതിലൊന്ന് മടക്കിയിട്ട് ലോങ് തൈൽ ഇട്ടിട്ട് എടുക്കാം. ഇത് ഹെമ്മിങ് ചെയ്തതിന് ശേഷം ഈ തൈൽ അഴിച്ച് കളഞ്ഞാൽ മതി. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ടെക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ടെക്ക് അടിയിലേക്ക് ഇതേപോലെ പിന്ന് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ടെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ അതേപോലെ ഈ സെൻറ്ററിൽ ഇതിലൊരു തൈലിട്ടാൽ മതി. ഇവിടെ 2 തൈലിടുക. അതേപോലെ ഇവിടെയും 2 തൈലിടുക. ഇവിടെ ഈ രണ്ടാമത്തെ തൈലിൽ ഈ ഭാഗം ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചുളിവില്ലാതെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രോസ് പട്ടി തയ്ക്കാം. ക്രോസ് പട്ടിക്ക് കട്ടിക്ക് ചെയ്യാൻ ഒരു പീസ് വേറെ പീസാണ് കൊടുക്കുന്നത്. ഇതേപോലെ അടിയിലത്തെ പീസ് ആദ്യം വയ്ക്കുക. അതിനുശേഷം നല്ല പീസ് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന പീസ് ഇതിന് മേലെ വയ്ക്കുക. അതിനുശേഷം ഈ അടിയിലത്തെ പീസിൽ ഒരു മേൽത്തൈലിടുക. ഇത് അടിക്കുമ്പോൾ അതേപോലെ ഓപ്പോസിറ്റ് അടിക്കുക. അപ്പോഴാണ് 2 സൈഡിലേക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരേ സൈഡിലേക്ക് വരും. ഇനി ഇത് എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് ഒപ്പാക്കാം. അത് 3 പീസും കൂടെ മടക്കി വെച്ചിട്ട് ഒന്ന് ചേർത്ത് അടിക്കുക. അതിനുശേഷം അതേപോലെ ഇതിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്യുക. ഒരു 2 തൈലിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ അരിപ്പട്ടി വയ്ക്കാം. അതേപോലെ ഒരു 2-3 ഇഞ്ച് വീതിയിൽ എടുക്കുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കാം. ഇതാകെ ഒരു 3 ഇഞ്ച് വീതി എടുത്താൽ മതി. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ തയ്ക്കുക. അതിനുശേഷം ഈ പീസ് ഇതിങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് ഇവിടെ തയ്യെത്തുമ്പോൾ വെച്ചിട്ട് ഒന്ന് ചേർത്ത് അടിക്കുക. അതിനുശേഷം അതേപോലെ കട്ട് ചെയ്തിട്ട് ഇത് അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഗ്യാപ്പ് കൂടെ തയ്ക്കുക. അടിയിൽ തയ്യെത്തുമ്പോൾ വേണം.
അപ്പോൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തൈലും കൂടി ഇടുക. ഇതിലാണ് നമ്മൾ ഐ വയ്ക്കുന്നത്. ഇനി ഈ ഭാഗത്ത് ഹുക്ക് വയ്ക്കാനുള്ള പടി തയ്ക്കാം. അതേപോലെ അപ്പോൾ ഇത് ആവശ്യമുള്ള നീളം എടുക്കുക. വീതി ഒരു 1.25 2 ഇഞ്ചൊക്കെ വെച്ചാൽ മതി. ഇതിൻ്റെ മേലെ ഒരു തൈലിടാം. ഇതേപോലെ ഒന്ന് മടക്കുക, ഒന്നുകൂടെ മടക്കിയിട്ട് ഇങ്ങനെ ചേർത്തടിക്കാം. ഇനി ഇതിൻ്റെ ബാക്കിൽ ടക്ക് നമ്മൾ ആദ്യം മടക്കി അടിക്കാം, എന്നിട്ട് ഇട്ടാൽ മതി. ഇത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്, വേണമെങ്കിൽ ഹെമ്മിങ്ങും ചെയ്യാം. ഈ ടക്ക് ഇവിടെ അടിയിലേക്കൊന്ന് അടയാളപ്പെടുത്തുക. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടിയിലേക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ ടക്ക് 1/2 ഇഞ്ചിൽ ഇട്ടെടുക്കാം. ഇനി ഇത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് 10.5 ഇഞ്ചാണ് വേണ്ടത്. അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇത് നമുക്ക് സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ 2 തൈലിട്ട് എടുക്കുക. ഇനി ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. 32 ഇഞ്ചാണ് ബോട്ടം വരുന്നത്. അപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഈ ഐക്കുള്ള പട്ടി കഴിഞ്ഞിട്ടാണ് 8 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ ബാക്കിൽ 16 ഇഞ്ച്, അതിൻ്റെ പകുതി 8 ഇഞ്ച് മാർക്ക് ചെയ്യുക മടക്കി വയ്ക്കുമ്പോൾ. സ്ലീവ് റൗണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 12 ഇഞ്ചാണ്, അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച്. അപ്പോൾ ആദ്യം കറക്റ്റ് അളവിൽ ഒരു തയ്യലിട്ടതിന് ശേഷം
ഉള്ളിലേക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ 2 തയ്യലും കൂടി ഇടുക. അത് പിന്നീട് വണ്ണം കൂട്ടണമെങ്കിൽ അഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ ഒന്ന് തയ്യെത്തുമ്പോൾ ഒന്ന് ഒപ്പം വെട്ടാം. ഇനി ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ക്രോസ് പീസ് വേണം. ഇതേപോലെ ഒരു സ്ട്രൈറ്റ് പീസ്, ഇതിപ്പോൾ സ്ട്രൈറ്റ് പീസാണ്. ഇതിങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് വീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ നെക്കിൻ്റെ നല്ല വശത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതി തയ്ച്ചെടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ ഇടണം. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതൊന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഇതേപോലെ 1/4 ഇഞ്ച് വീതി വെച്ചിട്ട് മേലെ ഒരു തയ്യിടുക. ഇനി ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഈ കഴുത്തിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.